നമുക്ക് അർജന്റീനയുടെ കളിയിലേക്ക് കാര്യമായി തന്നെ വരാം. എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ ചാമ്പ്യന്മാരായാണ് ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വരുന്നത്. റൗണ്ട് ഓഫ് 32 ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു, അങ്ങനെ പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ലോക ചാമ്പ്യന്മാർക്ക് വേണ്ട കളി മികവ് ഈ ലോകകപ്പിൽ അർജന്റീന ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് തന്നെ അവരുടെ കളി വിലയിരുത്തുമ്പോൾ കാണേണ്ടി വരും. പ്രത്യേകിച്ച് ലയണൽ മെസ്സിയെ വല്ലാതെ ആശ്രയിക്കുന്നുവെന്നൊക്കെ ടീമിന്റെ വലിയ പോരായ്മയാണ്. പ്രതിരോധ നിരയിലടക്കം വലിയ വിള്ളലുകൾ, വലിയ പോരായ്മകൾ ഇപ്പോഴും ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നേരിട്ട അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയെ പരിഹസിച്ചുള്ള സൗദി ആരാധകന്റെ കമന്റ്. വമ്പൻ തിരിച്ചുവരവ് നടത്തിയ മെസ്സിപ്പട അന്ന് മടങ്ങിയത് ലോക കിരീടവുമായി. ഇത്തവണയും അതേ ചോദ്യം ഉയരുകയാണ്, വേർ ഈസ് മെസ്സി? പക്ഷെ ചോദിക്കുന്നത് അർജന്റീന ടീമിലെ സഹതാരങ്ങളാണ്. 4 കളി കഴിയുമ്പോൾ മറ്റു കളിക്കാർ മെസ്സി എവിടെ എന്ന തരത്തിൽ വല്ലാത്ത തിരച്ചിലാണ് കളത്തിൽ. കളിമെനയാനും ഗോളടിക്കാനും മെസ്സി കൂടിയേ തീരുവെന്ന അവസ്ഥ. ലിയോണൽ മെസ്സിയെ പോലൊരാൾ ടീമിലുള്ളത് ഏതൊരു ടീമിനും എക്സ്ട്രാ ബോണസാണ്. പക്ഷേ ഒരു 39-കാരനെ അവസാന ലോകകപ്പ് കളിക്കുന്ന ഒരാളെ ഇങ്ങനെ പണിയെടുപ്പിക്കണമോ എന്നതാണ് ചോദ്യം. ടൂർണമെന്റിൽ അർജന്റീന നേടിയ 11 ഗോളിൽ 7 അടിച്ചത് മെസ്സി ആദ്യ 11-ൽ ഇല്ലാതെ ഇറങ്ങിയ ജോർദാനെതിരെ ലോസെൽസോയും ലൗട്ടോറോ മാർട്ടിനസും ഗോൾ നേടി. കേപ്പ് വെർദെക്കെതിരെ 1 ലിസാൻഡ്രോ മാർട്ടിനസ് അടിച്ചപ്പോൾ മെസ്സി തൊടുത്ത കോർണർ കിക്കിൽ നിന്ന് വന്ന സെൽഫ് ഗോൾ വിജയ ഗോളായി. ബോക്സിനകത്തെത്തിയാൽ പോലും ഷൂട്ട് ചെയ്യാതെ പന്ത് മെസ്സിക്ക് കൊടുത്ത ഒഴിയലാണ് കൂടെയുള്ളവരുടെ ഇപ്പോഴത്തെ രീതി. ഇതിന് കേപ്പ് വെർദെക്കെതിരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. കോച്ച് ലിയോണൽ സ്കലോണി മെസ്സിയില്ലാതെ എങ്ങനെ കളിക്കാമെന്ന് പഠിപ്പിച്ച ടീം വീണ്ടും പഴയപടിയാവുന്നു. ക്ലബ്ബുകൾക്കായി ഗോളടിച്ചു കൂട്ടുന്ന ഹൂലിയൻ അൽവാരസും ലൗട്ടോറോ മാർട്ടിനസും മുന്നേറ്റത്തിൽ അമ്പയെ പരാജയമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അർദ്ധാവസരങ്ങളിൽ നിന്ന് പോലും അത്ഭുതം കാട്ടിയ അൽവാരസിന് ഇതുവരെ ഗോളടിക്കാനായില്ല. ലൗട്ടാരോ നേടിയ ഗോളാവട്ടെ പെനാൽറ്റിയിൽ നിന്നായിരുന്നു. എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, ഡീപോൾ മധ്യനിരയ്ക്ക് ഒട്ടും ക്രിയേറ്റിവിറ്റിയില്ല. ഫുൾബാക്സും നിരാശപ്പെടുത്തുന്നു. ഇതുവരെ ആശ്വാസമായിരുന്ന ക്രിസ്റ്റ്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് പ്രതിരോധക്കോട്ടയും കേപ്പ് വെർദെക്കെതിരെ പൊട്ടിപ്പോയി. കഴിഞ്ഞ തവണ സൗദിക്കെതിരായ തോൽവി പാഠമാക്കി തിരിച്ചു വന്നതുപോലെ അർജന്റീന ഉണർന്നേ പറ്റൂ. ഇല്ലെങ്കിൽ കാത്തിരുന്ന് കിട്ടിയ കനക കിരീടം കൈവിട്ടു പോകും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.